യെസ്, നമസ്കാരം. ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. SCERT പാഠപുസ്തകത്തിൽ നിന്നും ഭരണഘടനയിൽ എന്തൊക്കെ പഠിക്കണം എന്ന ഒരു ടോപ്പിക്ക് നമ്മൾ കുറച്ച് ദിവസം മുമ്പേ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയ ഒരു ടോപ്പിക്കാണ്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മൾ പറഞ്ഞിരുന്നു 5ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ ജനങ്ങൾക്ക് വേണ്ടി എന്ന ടോപ്പിക്ക് നമ്മൾ പഠിക്കണം. 6ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ ജനാധിപത്യവും അവകാശങ്ങളും എന്ന ടോപ്പിക്ക് നമ്മൾ പഠിക്കണം. 7ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ നമ്മുടെ ഭരണഘടന എന്ന ചാപ്റ്റർ നമ്മൾ പഠിക്കണം. 8ാം ക്ലാസ്സിലെ 4ാം ചാപ്റ്റർ നമ്മുടെ ഗവൺമെന്റ്, 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററും 8ാമത്തെ ചാപ്റ്ററും നമ്മൾ പഠിക്കണം. 10ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ പൊതുഭരണം. ആവശ്യമുള്ളവർക്ക് സ്ക്രീൻഷോട്ട് എഴുതി വെക്കാം. നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കിനെ അനുബന്ധപ്പെടുത്തിക്കൊണ്ട് ഭരണഘടനയുടെ സിലബസിൽ SCERTയിൽ നിന്ന് പഠിക്കേണ്ടത് എന്തൊക്കെയാണ്, ഏതൊക്കെ ചാപ്റ്ററുകളാണ് എന്നുള്ളതാണ് ഇവിടെ വളരെ ചുരുക്കത്തിൽ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ 3 ചാപ്റ്ററുകൾ, അതായത് 5ലെയും 6ലെയും 7ലെയും ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരു ക്ലാസ് പാർട്ട് 1 ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പഠിക്കാൻ കണ്ടു എന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ? ഓക്കെ, യെസ്. ഓക്കെ, ഇനി 2ാമത്തെ പാർട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് 8, 9, 10 ക്ലാസ്സുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സാം ആണ് ഇന്ന് നമ്മൾ ഇവിടെ നടത്തുന്നത്. മാക്സിമം ക്വസ്റ്റ്യൻസ് 9 മണി വരെ സമയം കിട്ടുന്ന അത്രയും ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ക്ലാസിന്റെ അജണ്ട. യെസ്, ഇനി 10ാം ക്ലാസ്സിലെ പൊതുഭരണം എന്ന് പറയുന്ന ചാപ്റ്റർ സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരാം. ഓക്കെ, 8, 9, 10 മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു പരീക്ഷയാണ് ഇവിടെ ഇന്ന് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. മാക്സിമം ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് പരമാവധി വേഗത്തിൽ കുറേയധികം ചോദ്യങ്ങളിലൂടെ കടന്നു പോകാം. റെഡി? യെസ്, എല്ലാവർക്കും സൗണ്ട് ഒക്കെ കേൾക്കുന്നില്ലേ? യെസ്, ഓക്കെ അല്ലേ? യെസ്, സെറ്റ് അല്ലേ? പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഓക്കെ, 1ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. 1976 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഒറ്റ പ്രാവശ്യം ഭേദഗതി ചെയ്യുന്നത്, അല്ലെ? ആ 1976 ആമുഖം ഭേദഗതി വരുത്തിയത് പ്രാബല്യത്തിൽ വന്നത് എന്നു മുതലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, അത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോ SCERT പഠിക്കുന്ന കൂട്ടത്തില്. അതായത് 1976 ഭേദഗതി, 76 ഭേദഗതി എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ അത് പ്രാബല്യത്തിൽ വന്നത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതെ, 42ാം ഭേദഗതി 1976 ആമുഖം ഭേദഗതി ചെയ്തു. ഒരൊറ്റ പ്രാവശ്യം മാത്രമേ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളൂ. യെസ്, അത് എന്നാണ് പ്രാബല്യത്തിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1977 ജനുവരി 3-നാണ് എന്ന് പഠിച്ചു വെക്കാം. 1977 ജനുവരി 3-നാണ് അത് പ്രാബല്യത്തിൽ വന്നത് എന്ന് പഠിച്ചു വെക്കാം കേട്ടോ. 1ാമത്തെ ചോദ്യം. 2ാമത്തെ ചോദ്യം, മൗലികാവകാശങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടന പാർട്ട് ഏതാണ്, ഭാഗമേത് എന്നുള്ളതാണ് ചോദ്യം. മൗലികാവകാശങ്ങൾ ഉൾക്കൊള്ളുന്ന പാർട്ട്. അപ്പോൾ ചെയ്യാം. മൗലികാവകാശങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനയുടെ പാർട്ട് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. യെസ്, മൗലികാവകാശങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനയുടെ പാർട്ട് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൗലികാവകാശങ്ങൾ ഉൾക്കൊള്ളുന്ന പാർട്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അത് പാർട്ട് ഭാഗം 3 ആണ് എന്ന് പഠിച്ചു കേട്ടോ. മൗലികാവകാശങ്ങൾ ഉൾപ്പെടുന്ന ഭരണഘടനയുടെ പാർട്ട് 3 ആണ് എന്ന് പഠിച്ചു വെക്കാം. 2,
മൂന്നാമത്തെ ചോദ്യം, വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശങ്ങൾ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വത്താവകാശം. ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശം സ്വത്താവകാശമാണോ, മൗലികാവകാശമാണോ, നിർദ്ദേശക തത്വങ്ങളാണോ, നൺ ഓഫ് ദീസ് ആണ്? ഏതാണ്? ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശങ്ങൾ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എല്ലാവരും ബോൾ ചെയ്തിട്ടുണ്ട്. യെസ്, ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശങ്ങൾ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഏതാണ്? ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗലികാവകാശമാണ് എന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, ഒരുപാട് പേര് ബോൾ ചെയ്തിട്ടുണ്ട്. അത് മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം, പൗരന്മാർക്ക് അവകാശങ്ങൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കമ്മിറ്റി റിപ്പോർട്ട്. പൗരന്മാർക്ക് അവകാശങ്ങൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട കമ്മിറ്റി റിപ്പോർട്ട് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസൽ അലി റിപ്പോർട്ട്, നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്, രാധാകൃഷ്ണൻ റിപ്പോർട്ട്, നൺ ഓഫ് ദീസ്. നെഹ്റു ആണ്. ഓക്കെ, ഫസൽ അലി ആണോ, നെഹ്റു ആണോ, രാധാകൃഷ്ണൻ ആണോ, നൺ ഓഫ് ദീസ് ആണ്? ഏതാണ്? പൗരന്മാർക്ക് അവകാശങ്ങൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട കമ്മിറ്റി റിപ്പോർട്ട്. ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. യെസ്, പൗരന്മാർക്ക് അവകാശങ്ങൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട കമ്മിറ്റി റിപ്പോർട്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടാണ് എന്ന് പഠിച്ചു വെക്കാം കേട്ടോ. നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടാണ് എന്ന് പഠിച്ചു വെക്കാം. 4. അഞ്ചാമത്തെ ചോദ്യം, നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് അവതരിപ്പിച്ചത് ഏത് വർഷമാണ്? 1925, 1928, 1929, നൺ ഓഫ് ദീസ്. ഓക്കെ, കിട്ടാത്ത ചോദ്യങ്ങൾ ഉണ്ടാവും, പക്ഷേ 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും മക്കൾ പഠിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള പരീക്ഷയിലൊക്കെ ചോദിക്കാം. യെസ്, നമുക്ക് പഠിച്ചു പോകാം. സിലബസിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് കണക്ട് ചെയ്യേണ്ട ചോദ്യങ്ങളാണ് ഇതെല്ലാം. യെസ്, റാങ്ക് നിർണയ ചോദ്യങ്ങൾ വരെ നമ്മളെ കൈപ്പിടിയിലാക്കണം. ഓക്കെ, അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ്. നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് അവതരിപ്പിച്ച വർഷം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1928. 6ാമത്തെ ചോദ്യം, മൗലികാവകാശങ്ങൾ തയ്യാറാക്കിയത് എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്, സർക്കാരിയ കമ്മിറ്റി റിപ്പോർട്ട്, ഫസൽ അലി കമ്മിറ്റി റിപ്പോർട്ട്, നൺ ഓഫ് ദീസ്. മൗലികാവകാശങ്ങൾ തയ്യാറാക്കിയത് എന്തിനെ അടിസ്ഥാനമാക്കിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗലികാവകാശങ്ങൾ തയ്യാറാക്കിയത് എന്തിനെ അടിസ്ഥാനമാക്കിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് എന്ന് പഠിച്ചു വെക്കാം കേട്ടോ. 6. 7ാമത്തെ ചോദ്യം, എത്ര മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന പ്രദാനം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര മൗലികാവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന പ്രദാനം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗലികാവകാശങ്ങൾ. നിലവിൽ വരുന്ന സമയത്ത് എത്ര മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ 7. സ്വത്താവകാശം ഒഴിവാക്കി. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടന പ്രദാനം ചെയ്യുന്നത് എത്ര മൗലികാവകാശം ചോദിച്ചു കഴിഞ്ഞാൽ 6 എന്ന് പഠിച്ചു നോക്കാം അല്ലെ. 7ാമത്തെ ചോദ്യം. 8ാമത്തെ ചോദ്യം, മൗലികാവകാശങ്ങളിൽ പെടാത്തത് സ്വത്താവകാശം എന്ന് ഓൾറെഡി ഇപ്പൊ ഞാൻ പറഞ്ഞു. അതിൽ ഒരു ലീഗൽ റൈറ്റ് പ്രകാരം 300A പ്രകാരം ആർട്ടിക്കിൾ 300A പ്രകാരം അതൊരു ലീഗൽ റൈറ്റ് മാത്രമാണ് ഇപ്പോൾ അല്ലെ. അത് പോൾ ചെയ്തിട്ടില്ല. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്നത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊട്ടുകൂടായ്മ നിരോധന നിയമം 1955. ഐക്യത്തിനെതിരെ പറയുന്ന ആർട്ടിക്കിൾ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി വന്ന അനുച്ഛേദം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം ഏതാണ്? 17 ആണ് എന്ന് പിടിച്ചു വെക്കാം. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്നത് 1955. 9ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ശില്പി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലെ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ BR അംബേദ്കർ എന്ന് പഠിച്ചു നോക്കാം. 10ാമത്തെ ചോദ്യം വലുതാണ്. ഉത്തരം നമുക്ക് നോക്കാം. 1976 ഭരണഘടന 42ാം ഭേദഗതി ആക്ട് 2 പ്രകാരം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം ചേർത്തത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം എന്താണ് ഭരണഘടനയിൽ ചേർത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യം ഭേദഗതി ചെയ്തിട്ടുള്ളൂ അല്ലെ. 1976 42ാം ഭേദഗതി പ്രകാരം എന്താണ് ഭേദഗതി ചെയ്തത്? ഓക്കെ, പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് മാറ്റിയിട്ട്
യെസ്, പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് ചേർത്തു കേട്ടോ. ഓക്കെ, 10 ചോദ്യങ്ങളായി. പരമാവധി ചോദ്യങ്ങൾ. ഇന്ന് എത്ര ക്വസ്റ്റ്യൻ ആണെന്ന് ഞാൻ പറയുന്നില്ല, നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് അവിടെ ഒരു ക്വസ്റ്റ്യൻ പിന്നെ റൗണ്ട് ഓഫ് ചെയ്യാം കേട്ടോ. പരമാവധി ക്വസ്റ്റ്യൻസ്. ഓക്കെ, അത്രയും ചോദ്യങ്ങളുണ്ട് ഇതിൽ പഠിക്കാൻ. യെസ്, 11ാമത്തെ ചോദ്യം, രാഷ്ട്രത്തിന്റെ ഐക്യം എന്നതിന് പകരം ചേർത്തത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാഷ്ട്രത്തിന്റെ ഐക്യം എന്നതിന് പകരം ചേർത്തത് എന്താണ്? യെസ്, രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്ന് ചേർത്തു കേട്ടോ. പഞ്ചായത്ത് ഇലക്ഷന് സത്യപ്രതിജ്ഞ സ്റ്റാറ്റസിൽ കണ്ട നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്ന് കൂട്ടിച്ചേർത്തു. രാഷ്ട്രത്തിന്റെ ഐക്യം എന്നതിന് പകരം ചേർത്തത് രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നാണ് ചേർത്തത് കേട്ടോ. 12ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിമ്പിൾ ക്വസ്റ്റ്യൻ. എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ. 13ാമത്തെ ചോദ്യം, അടിയന്തരാവസ്ഥാ കാലത്ത് നിഷേധിക്കപ്പെടാത്ത അവകാശം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടിയന്തരാവസ്ഥാ കാലമാണെങ്കിലും നിഷേധിക്കപ്പെടാത്ത അവകാശം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ്, അടിയന്തരാവസ്ഥാ കാലത്തും നിഷേധിക്കപ്പെടാത്ത പിന്നെ അവകാശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണമാണ് എന്ന് പഠിച്ചു നോക്കാം കേട്ടോ. ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണമാണ് എന്ന് പഠിച്ചു നോക്കാം. അതായത് ആർട്ടിക്കിൾ 20ഉം 21ഉം. 14, ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തെ ഗവൺമെന്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്വത്തിൽ അധിഷ്ഠിതമല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ്. ഇത് ആരുടെ വാക്കുകളാണ്? ഓക്കെ, വലിയ ചോദ്യമാണ്. പക്ഷെ ഇന്ത്യ ഒരു മതസ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് എന്ന് പറഞ്ഞത് ആരെ? ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് അങ്ങനെ പറഞ്ഞത്? അംബേദ്കർ, നെഹ്റു, ഗാന്ധിജി, നൺ ഓഫ് ദീസ്. ആരാണ് അങ്ങനെ അഭിപ്രായപ്പെട്ടത്? അങ്ങനെ പറഞ്ഞത് നെഹ്റു ആണ് കേട്ടോ. നെഹ്റു ആണ് എന്ന് പഠിച്ചു വെക്കാം. 14. 15ാമത്തെ ചോദ്യം, ഒരു വ്യക്തിക്ക് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് വ്യക്തിക്ക് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശത്തിനെ സമീപിക്കാവുന്നത്. അതായത് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാല് അത് കിട്ടാൻ വേണ്ടിയിട്ട് ആരെ സമീപിക്കാം? സുപ്രീം കോടതിയെ, ഹൈക്കോടതിയെ, രണ്ടുപേരെയും സമീപിക്കാം. ഇവർ രണ്ടുപേരും അല്ല, വേറെ ആരെയോ സമീപിക്കണം. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് വ്യക്തിക്ക് ഭരണഘടനാപരമായ പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ആരെയാണ് സമീപിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് സുപ്രീം കോടതിയും ഹൈക്കോടതിയും, വേണ്ടി വന്നാൽ സുപ്രീം കോടതിയും കാണാം. അവ ഇവ രണ്ടും എന്നുള്ളതാണ് ശരിയായ ഉത്തരം കേട്ടോ. 16ാമത്തെ ചോദ്യം, റിട്ട് പുറപ്പെടുവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കുറ്റകൃത്യങ്ങൾ തടയാന്, മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ, ഗവൺമെന്റിന്റെ സുഗമമായ ഭരണത്തിന്, നൺ ഓഫ് ദീസ്. ഇപ്പോൾ ചെയ്യാം. റിട്ട് പുറപ്പെടുവിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ്, ഒന്ന് എയറോപ്ലെയിൻ മോഡ് ഇട്ടിട്ട് ഒന്ന് ഓണാക്കി നോക്കൂ, അല്ലെങ്കിൽ ക്യാഷ് ഒന്ന് ക്ലിയർ ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്തിട്ട് വരൂ. പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ഓക്കെ, റിട്ട് പുറപ്പെടുവിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പഠിച്ചു വെക്കാം. ബാക്കിയൊന്നിനുമല്ല, മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. 17ാമത്തെ ചോദ്യം, ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് എന്ന് ആരുടെ വാക്കുകളാണ്? റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആർട്ടിക്കിൾ 32ലാണ് പറയുന്നത്. അത് ആർട്ടിക്കിൾ 32 ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് എന്ന് വിശേഷിപ്പിച്ചത് ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭരണഘടനാപരമായ പരിഹാരം കാണുവാനുള്ള അവകാശം എന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ്. ഇത് ആരുടെ വാക്കുകളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ആരുടെ വാക്കുകളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ BR അംബേദ്കർ എന്ന് പഠിച്ചു വെക്കാം കേട്ടോ. അംബേദ്കർ എന്ന് പഠിച്ചു വെക്കാം. 32. 33, റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? സുപ്രീം കോടതി, ഹൈക്കോടതി, ഇവ രണ്ടുപേർക്കും, നൺ ഓഫ് ദീസ്. ആർക്കാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളത്? റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളത് ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുപ്രീം കോടതിക്കാണോ ഹൈക്കോടതിക്കാണോ? അവർ രണ്ടുപേർക്കും ഉണ്ടോ? ഇനി രണ്ടുപേർക്കും ഇല്ലേ? ആർക്കാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ളത്? യെസ്, സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 32ലാണ്.
ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള ആർട്ടിക്കിൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഹൈക്കോടതി റിട്ട് 226 അപ്പൊ രണ്ടുപേർക്കും റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട് കേട്ടോ. സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 32, ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 226. 33ാമത്തെ ചോദ്യം. 34. എത്ര തരം റിട്ടുകളാണ് നിലവിലുള്ളത്? റിട്ടുകൾ എത്ര എണ്ണമാണ്? യെസ്, എത്ര തരം റിട്ടുകളാണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 തരം, 6 തരം, 7 തരം, 11 തരം. പോൾ ചെയ്യാം. യെസ്, പോൾ ചെയ്യാം. യെസ്, എത്ര തരം റിട്ടുകളാണ്? 5 തരം റിട്ടുകളാണ് എന്ന് പിടിച്ചു വെക്കാം. ക്വസ്റ്റ്യൻ നമ്പർ മാറിയോ? 16 കഴിഞ്ഞ് പിന്നെ എന്തൊക്കെയോ സംഭവിച്ചു. 17. യെസ്, 32. 18ാമത്തെ ചോദ്യം. യെസ്, 19ാമത്തെ ചോദ്യം കേട്ടോ. എത്ര തരം റിട്ടുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് 5 തരം റിട്ടുകളാണ് എന്ന് പിടിച്ചു വെക്കാം. ഓക്കെ. 20ാമത്തെ ചോദ്യം. അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശം ഏത് തരം അവകാശമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഇവ രണ്ടും അല്ല വേറെ എന്തെങ്കിലും? യെസ്, ഓക്കെ. അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശം എന്ത് തരം അവകാശമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശം എന്ത് തരം അവകാശമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് കേട്ടോ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് എന്ത്? അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശം. ഓക്കെ, അഭിപ്രായ സ്വാതന്ത്ര്യം കേട്ടോ. അപ്പൊ 20ൽ 20 മാർക്ക് സ്കോർ ചെയ്തവരുണ്ട്. യെസ്, നിങ്ങളുടെ റാങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ റാങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, 20. 21ാമത്തെ ചോദ്യം. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഭാഗത്തിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഭാഗത്തിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഭാഗത്തിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ഏത് ഭാഗത്തിലാണ്? യെസ്, അത് ഭാഗം 4ലാണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഭാഗം 4ലാണ് നിർദ്ദേശക തത്വങ്ങൾ. 22. ക്ഷേമ രാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാകുന്ന സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പരിപാടികൾ ഉൾക്കൊള്ളുന്ന ഭാഗം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗലിക കടമകൾ, മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, നൺ ഓഫ് ദീസ്. ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് ഗാന്ധിജി വിഭാവനം ചെയ്ത ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാകുന്ന സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പരിപാടികൾ ഉൾക്കൊള്ളുന്ന ഭാഗം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, 22. 23ാമത്തെ ചോദ്യം. യെസ്, ഏത് തരം അവകാശങ്ങളുടെ സംരക്ഷിക്കാനാണ് കോടതിയിൽ സമീപിക്കാൻ കഴിയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗലികാവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, യെസ് ഇവ രണ്ടും നൺ ഓഫ് ദീസ്. ഏത് തരം അവകാശങ്ങൾ സംരക്ഷിക്കാനാണ് കോടതിയിൽ സമീപിക്കാൻ കഴിയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർദ്ദേശക തത്വങ്ങൾക്ക് കോടതിയിൽ സമീപിക്കാൻ സാധിക്കില്ല. അതെന്താണ്? ക്ഷേമ പ്രവർത്തനം മാത്രമാണ്. യെസ്, ഏത് തരം അവകാശങ്ങൾ സംരക്ഷിക്കാനാണ് കോടതിയിൽ സമീപിക്കാൻ കഴിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗലികാവകാശങ്ങൾ മാത്രമാണ് കേട്ടോ. 23ാമത്തെ ചോദ്യം മൗലികാവകാശങ്ങൾ മാത്രമാണ്. 24ാമത്തെ ചോദ്യം. ഗാന്ധിജിയുടെ ആശയങ്ങളിൽ നിർദ്ദേശക തത്വങ്ങളിൽ പെടാത്തത് ഏത്? ഗാന്ധിജിയുടെ ആശയങ്ങളിൽ വരുന്ന നിർദ്ദേശക തത്വങ്ങളിൽ, മാർഗനിർദ്ദേശക തത്വങ്ങൾ ഗാന്ധിജിയുടെ ക്ഷേമ, വികസന, രാഷ്ട്രീയ, സാമ്പത്തിക കൺസെപ്റ്റ് ആണ്. അതിൽ പെടാത്തത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലഹരി വസ്തുക്കളുടെ നിരോധനമാണോ, കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കലാണോ, സൗജന്യ നിയമസഹായമാണോ, നൺ ഓഫ് ദീസ്? ഏതാ അതിൽ പെടാത്തത്? ബാക്കിയൊക്കെ കൊടുക്കും. ഗാന്ധിജിയുടെ ആശയങ്ങളിൽ പെടാത്ത നിർദ്ദേശക തത്വം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സൗജന്യ നിയമസഹായമാണ് എന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, ലഹരി വസ്തുക്കളുടെ നിരോധനം അതിൽ പെടുന്നതാണ്. കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ അതിൽ പെടുന്നതാണ്. സൗജന്യ നിയമസഹായം അതിൽ പെടുന്നില്ല. ഓക്കെ, 24. 25ാമത്തെ ചോദ്യം. മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ഇപ്പൊ നേരത്തെ നിങ്ങളുടെ ഡൗട്ടിന് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. യെസ്, ഓക്കെ, യെസ് അതിപ്പോ വരും എന്നറിയായിരുന്നു. ഞാൻ തൊട്ടടുത്ത ക്വസ്റ്റ്യൻ വിചാരിച്ചിട്ടാണ് മിണ്ടാതിരുന്നത്. യെസ്, മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഭാഗത്തിലാണ്? യെസ്, അതെ ഭാഗം 4A എന്ന് പഠിച്ചു വെക്കട്ടോ. 4ൽ പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, മാർഗനിർദ്ദേശക തത്വങ്ങൾ. 4A പറയുന്നത് മൗലിക കർത്തവ്യങ്ങൾ, ആർട്ടിക്കിൾ 51A കേട്ടോ. ഓക്കെ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്?
ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എത്ര എണ്ണാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. അപ്പോ മാർഗനിർദ്ദേശക പാർട്ട് 4A പറയുന്നത് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച്. ഇങ്ങനെ ഒരു ക്ലാസ് മാത്രമായിട്ട് വേണോ? അതായത് പാർട്ട്, ഷെഡ്യൂള്, അമെന്റ്മെന്റ്, ആർട്ടിക്കിൾസ്, ഇത്രയും സെക്ഷൻസ് മാത്രമായിട്ട് ഒരു ക്ലാസ് വേണോ? ആലോചിക്കാം കേട്ടോ. ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം. അപ്പൊ അടുത്ത ക്ലാസ് അടുത്ത ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ ഒരു ക്ലാസ് ഉണ്ടാവും കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4A എന്ന് പഠിച്ചു വെക്കാം. 25. 26ാമത്തെ ചോദ്യം, പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. ഇത് ആരുടെ വാക്കുകളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. ഇങ്ങനെ പറഞ്ഞത് ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ N. ഗ്ലാഡൻ ആണ് എന്നുള്ളത് 8ാമത്തെ ക്ലാസ്സിലുള്ള ആദ്യത്തെ ചാപ്റ്ററിലെ ഒരു പോയിന്റ് ആണ്. പഠിച്ചു വെക്കാം. 27, അഡ്മിനിസ്ട്രേഷൻ എന്ന വാക്ക് രൂപം കൊണ്ടത് ഏത് ഭാഷയിൽ നിന്നാണ്? ലാറ്റിൻ. അതൊരു ചോദ്യമായിട്ട് ചോദിക്കുന്നില്ല. 27 വളരെ പ്രസക്തമായ ചോദ്യമാണ്. നിങ്ങൾ എന്തെങ്കിലും നടപ്പിലാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായവനുമായ ഒരുവന്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം ആ പാവപ്പെട്ടവൻ എങ്ങനെ സഹായകരമാവുന്നു സ്വയം വിലയിരുത്തുക. അതായത് ഞാനിപ്പോ ഒരു എന്തെങ്കിലും കാര്യം നടപ്പിലാക്കുകയാണെങ്കിൽ ആ നടപ്പിലാക്കുന്നതിന് മുമ്പേ പാവപ്പെട്ടവന്റെ മുഖം ഓർക്കുക. ഞാനിപ്പോ ചെയ്യാൻ പോകുന്ന കാര്യം അവൻ എങ്ങനെ സഹായകരമാവുന്നു സ്വയം വിലയിരുത്തുക. ഇതാരുടെ വാക്കുകളാണ്? ഗാന്ധിജി, നെഹ്റു, മാക്സ്, നെൽസൺ മണ്ടേല. അപ്പോൾ ചെയ്യാം. നിങ്ങൾ എന്തെങ്കിലും നടപ്പിലാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവന് നിസ്സഹായനുമായ ഒരുവന്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവൻ എങ്ങനെ സഹായകരമാകുന്നു സ്വയം ചോദിക്കുക. ഇതാരുടെ വാക്കുകളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാന്ധിജിയുടെ വാക്കുകളാണ് കേട്ടോ. 27ാമത്തെ ചോദ്യം. 28ാമത്തെ ചോദ്യം, പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ പേരാണ് ഉദ്യോഗസ്ഥ വൃന്ദം. അതിലൊരു ചോദ്യം കാണുന്നില്ല. ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള പൊതുഭരണം കൊണ്ടുവന്നത് ആരാണ്? ഫ്രഞ്ചുകാരാണോ, ബ്രിട്ടീഷുകാരാണോ, ഡച്ചുകാരാണോ, ഗ്രീക്കുകാരാണോ? അപ്പോൾ ചെയ്യാം. ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള പൊതുഭരണം കൊണ്ടുവന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള പൊതുഭരണം കൊണ്ടുവന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരാണ് എന്ന് പഠിച്ചു നോക്കാം കേട്ടോ. 28. 29ാമത്തെ ചോദ്യം, IAS IPS കേഡർ നിയമനങ്ങൾക്കുള്ള പരീക്ഷ നടത്തുന്ന ഏജൻസി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ, കറണ്ട് അഫയേഴ്സ് സത്യം പറഞ്ഞാൽ മറന്നുപോയതാണ്. നാളെ മുതൽ തുടങ്ങാം കേട്ടോ. ഓക്കെ, വിട്ടുപോയതാണ്. IAS IPS കേഡർ നിയമനങ്ങൾക്കുള്ള പരീക്ഷ നടത്തുന്ന ഏജൻസി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, IAS IPS കേഡർ നിയമനങ്ങൾക്കുള്ള പരീക്ഷ നടത്തുന്ന ഏജൻസി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UPSC എന്ന് പഠിച്ചു വെക്കാം. 29. 30ാമത്തെ ചോദ്യം, UPSC ചെയർമാൻ അംഗങ്ങൾ ഇവരെ നിയമിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി, രാഷ്ട്രപതി, സുപ്രീം കോടതി, ചീഫ് ജസ്റ്റിസ്, ഗവർണർ. UPSC ചെയർമാൻ അംഗങ്ങൾ ഇവരെ നിയമിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UPSC ചെയർമാൻ അംഗങ്ങൾ ഇവരെ നിയമിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UPSC ചെയർമാൻ അംഗങ്ങൾ ഇവരെ നിയമിക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? രാഷ്ട്രപതിയാണ് എന്ന് പഠിച്ചു വെക്കാം. 30 ചോദ്യങ്ങൾ പിന്നിടുന്നു. 30 ചോദ്യങ്ങൾ പിന്നിടുമ്പോൾ 30ൽ 30 മാർക്കും സ്കോർ ചെയ്ത കുറച്ചു പേരെ ഇവിടെ കാണാം. ഓക്കെ, നിങ്ങളുടെ റാങ്കുകൾ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. 31ാമത്തെ ചോദ്യം, PSC ചെയർമാൻ അംഗങ്ങൾ ഇവരെ നിയമിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അപ്പോൾ ചെയ്യാം. കേരള PSC ചെയർമാൻ അംഗങ്ങൾ ഇവരെ നിയമിക്കുന്നത് ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, UPSC നമ്മൾ നേരത്തെ പഠിച്ചു. ആരാണ്? അത് രാഷ്ട്രപതിയാണ്. എന്നാൽ PSC ചെയർമാൻ അംഗങ്ങൾ ഇവരെ നിയമിക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഗവർണർ ആണ് എന്ന് പഠിച്ചു. 32, PSC UPSC എന്നിവ ഏത് തരം സ്ഥാപനമാണ്? ഭരണഘടനാ സ്ഥാപനം, സ്റ്റാറ്റ്യൂട്ടറി ബോഡി, ഇൻഡിപെൻഡന്റ് ബോഡി, റെഗുലേറ്ററി ബോഡി. ഇപ്പോൾ ചെയ്യാം. PSC UPSC എന്നിവ എന്തു തരം സ്ഥാപനമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PSC UPSC എന്നിവ ഏതു തരത്തിലുള്ള സ്ഥാപനങ്ങളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭരണഘടനാ സ്ഥാപനങ്ങളാണ് എന്ന് പഠിച്ചു വെക്കാം. 32. 33ാമത്തെ ചോദ്യം, ശാസ്ത്രരംഗത്തെ പുരോഗതി ഭരണരംഗത്തെ പ്രയോജനപ്പെടുത്തുന്ന ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയാണ് ഡാഷ്. ശാസ്ത്രരംഗത്തെ പുരോഗതി ഭരണരംഗത്ത് പ്രയോജനപ്പെടുത്തുന്ന ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയാണ് എന്ത്? ഡാഷ്.
ശാസ്ത്രരംഗത്തെ പുരോഗതി ഭരണരംഗത്ത് പ്രയോജനപ്പെടുത്തുന്ന ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയാണ് ഡാഷ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ശാസ്ത്രരംഗത്തെ പുരോഗതി ഭരണരംഗത്ത് പ്രയോജനപ്പെടുത്തുന്ന ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയാണ് ഇ ഗവേണൻസ് കേട്ടോ. 33. 34 വലിയ ചോദ്യമാണ്, ഉത്തരം ചെറുതാണ്, ശ്രദ്ധിച്ചേക്കുക. സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെന്റിന്റെ പദ്ധതി എല്ലാവരിലും സുരക്ഷിതമായും വേഗത്തിലും ഒരു തരത്തിലുള്ള തടസ്സങ്ങളില്ലാതെ എത്തിക്കാൻ എല്ലാ പൗരന്മാർക്കും പക്ഷഭേദമില്ലാതെ സേവനങ്ങൾ ലഭ്യമാക്കാൻ എന്നതാണ് ഇ ഗവർണൻസ് എന്ന് ആരുടെ അഭിപ്രായമാണ്? രാജീവ് ഗാന്ധി, കെ ആർ നാരായണൻ, സാംപ്രീത്രോഡ അബ്ദുൽ കലാം. അതായത് എല്ലാവർക്കും ജനങ്ങൾക്ക് സേവന പ്രവർത്തനങ്ങൾ ഒരു തടസ്സവും കൂടാതെ എത്തിക്കാനുള്ള പരിപാടിയാണ് ഈ പറയുന്ന ഇ ഗവർണൻസ് എന്ന് അഭിപ്രായപ്പെട്ടത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഭിപ്രായപ്പെട്ടത് ആരാണ്? അബ്ദുൽ കലാം എന്ന് വിളിച്ചു വെക്കാം. 34. 35ാമത്തെ ചോദ്യം, വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷമേത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2005 കേട്ടോ. 35. 36ാമത്തെ ചോദ്യം, രാജസ്ഥാനിലെ ഏത് സംഘടനയാണ് വിവരാവകാശ നിയമത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാനിലെ ഏത് സംഘടനയാണ് വിവരാവകാശ നിയമത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന് പഠിച്ചു വെക്കാം. ടൈം അപ്പ് ആയോ? ഇപ്പോൾ ചിലർക്ക് വന്നു, ചിലർക്ക് കിട്ടിയില്ല. ടെക്നിക്കൽ ഇഷ്യൂ, ഒന്നും ചെയ്യാനില്ല, കമന്റുകൾ നിർത്തുക, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. 37ാമത്തെ ചോദ്യം കുറെ പേർക്ക് കിട്ടി, അപ്പൊ ഞാൻ ശ്രദ്ധിച്ചില്ല, ടൈം കൂട്ടാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഒരു വട്ടം കിട്ടി, കുറെ പേർക്ക് കിട്ടി. ഇനി ഞാൻ ഒന്നും കൂടെ തന്നു കഴിഞ്ഞാൽ ലീഡർ ബോർഡ് ആകെ മാറി മറിയും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മാർക്ക് ഈ കിട്ടുന്ന മാർക്കിനോട് കൂടി ഒന്ന് കൂട്ടുക കേട്ടോ. വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ കമ്മീഷനെ കൂടാതെ പരമാവധി എത്ര അംഗങ്ങളെ ഉൾപ്പെടുത്താം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ കമ്മീഷണറെ കൂടാതെ പരമാവധി എത്ര അംഗങ്ങളെ ഉൾപ്പെടുത്താം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ കമ്മീഷണറെ കൂടാതെ പരമാവധി എത്ര അംഗങ്ങളെ ഉൾപ്പെടുത്താം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 അംഗങ്ങളെ ഉൾപ്പെടുത്താം കേട്ടോ. 37. 38ാമത്തെ ചോദ്യം, നാം ആവശ്യപ്പെടുന്ന വിവരങ്ങൾ തന്നില്ലെങ്കിലോ കൃത്യസമയത്ത് മറുപടി തന്നില്ലെങ്കിലോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനിൽ നിന്നും ഒരു ദിവസം എത്ര രൂപ വരെ പിഴ ഈടാക്കാം? അതായത് നമ്മൾ ഒരു റിക്വസ്റ്റ് കൊടുത്തു വിവരാവകാശ പ്രകാരം, നമുക്ക് വേണ്ട രീതിയിൽ മറുപടി കിട്ടിയില്ല, അല്ലെങ്കിൽ തെറ്റായ വിവരം കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് വീണ്ടും കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ, അയാൾക്ക് പരാതി പോയി കഴിഞ്ഞാൽ, അത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ അയാൾക്ക് ഫൈനാണ്. ഒരു ദിവസം എത്ര രൂപയാണ് ഫൈൻ എന്നറിയാമോ? ഒരു ദിവസം മറുപടി തന്നില്ലെങ്കിലോ ബന്ധപ്പെടുന്ന ഉദ്യോഗസ്ഥരിൽ നിന്നും ദിവസം പരമാവധി എത്ര രൂപ വെച്ച് പിഴ ഈടാക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 250 രൂപ വെച്ച് പിഴ ഈടാക്കാം എന്ന് പിടിച്ചു വെക്കാം കേട്ടോ. 38. 39 ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകായുക്ത, ലോക്പാല്, ഓംബുഡ്സ്മാൻ, വിജിലൻസ് കമ്മീഷൻ. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണെന്ന് പഠിച്ചു വെക്കാം. അത് ലോക്പാലാണ് എന്ന് പഠിച്ചു വെക്കാം. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ഏത്? ലോക്പാൽ എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, ഇന്ത്യയുടെ ഇപ്പോഴത്തെ അല്ലെങ്കിൽ പ്രഥമ ലോക്പാൽ ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രഥമ ലോക്പാൽ ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണെന്ന് പഠിച്ചു വെക്കാം. അത് പിനാക്കി ചന്ദ്ര ഘോഷ് എന്ന് പഠിച്ചു വെക്കാം കേട്ടോ. 40ാമത്തെ ചോദ്യം, സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിഗണിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിഗണിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേശീയ തലത്തിലാണ് ലോക്പാൽ. സംസ്ഥാന തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ലോകായുക്ത എന്ന് പഠിച്ചു. 40 ചോദ്യങ്ങൾ കേട്ടോ. ഓക്കെ, ആരാണ് ഇപ്പോഴത്തെ ലോകായുക്ത? കേരളത്തിന്റെ ലോകായുക്ത ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റിസ് റിയക് ജോസഫ് എന്ന് പഠിച്ചു വെക്കാം. 40 ചോദ്യങ്ങൾ പിന്നിടുമ്പോൾ ലീഡർ ബോർഡിൽ ഇങ്ങനെയാണ് നിങ്ങളുടെ റാങ്കുകൾ, നിങ്ങളുടെ മാർക്കുകൾ. ഓക്കെ,
41 വകുപ്പ് തല നടപടികൾക്കെതിരെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പരാതിപ്പെടാനുള്ള സംവിധാനം. അപ്പൊ ദേശീയ തലത്തിലുള്ള അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ലോക്പാൽ, സംസ്ഥാന തലത്തിലുള്ള അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കൺസെപ്റ്റ് ആണ് ലോകായുക്ത. വകുപ്പ് തല നടപടികൾക്കെതിരെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആർക്കെതിരെ പരാതി കൊടുക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ യെസ് വിവരാവകാശ കമ്മീഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, ഇന്റലിജൻസ് ബ്യൂറോ. ആർക്കാണ്? അതായത് സർക്കാർ ഉദ്യോഗസ്ഥര് വകുപ്പ് തലത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞാൽ ആർക്ക് പരാതി കൊടുക്കാം? വകുപ്പ് തല നടപടികൾക്കെതിരെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പരാതിപ്പെടാനുള്ള സംവിധാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണെന്ന് പഠിച്ചു വെക്കാം? അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്ന് പഠിച്ചു വെക്കാം കേട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലാണ് കൊടുക്കുക എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ 41. 42ാമത് ചോദ്യം, ഗവൺമെന്റ് ഓഫീസുമായി ബന്ധപ്പെട്ട അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഓഫീസുമായി ബന്ധപ്പെട്ട അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഓഫീസുമായി ബന്ധപ്പെട്ട അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1964 സ്ഥാപിതമായ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആണ് എന്ന് പഠിച്ചു നോക്കാം. ഓക്കെ യെസ് ഒരു ദിവസം 250 രൂപ ഫൈന്. ഓക്കെ അങ്ങനെ 25,000 രൂപ വരെ ഫൈൻ കിട്ടാം കേട്ടോ. അതിന്റെ അപ്പുറത്തേക്ക് അയാൾ 3-4 കൊല്ലം ഒരു മറുപടിയും തരുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അയാൾക്ക് പിന്നെ എന്താണ് കോടിക്കണക്കിന് രൂപ കടമൊന്നാവില്ല. മാക്സിമം 25,000 രൂപ ഫൈൻ കേട്ടോ. ഓക്കെ അപ്പോ ഇത്രയേ ഉള്ളൂ. ഈ 4 കാര്യങ്ങള് നിങ്ങൾ പിന്നെ മാറാതെ പഠിക്കുക. അതായത് ദേശീയ തലത്തിലുള്ള അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള രൂപം നൽകിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ലോക്പാല്. സംസ്ഥാന തലത്തിലുള്ള അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി രൂപം നൽകിയത് ലോകായുക്ത എന്ന് പഠിച്ചു വെക്കാം. ഇനി കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുമായി ബന്ധപ്പെട്ട അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപം നൽകിയതാണ്. ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് ലോക്പാൽ മാത്രമേ ഉള്ളൂ. കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുമായി ബന്ധപ്പെട്ട അഴിമതി തടയുന്നതിനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുമായി ബന്ധപ്പെട്ട അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? 1964 സ്ഥാപിതമായ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. വിജിലൻസ് കമ്മീഷൻ സ്ഥാപിതമായ വർഷം ഈ അടുത്ത് ചോദിച്ചൊരു ചോദ്യമാണ് 1964 കേട്ടോ. ഇനി സർക്കാർ തലത്തിലുള്ള അഴിമതി സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും പരാതിപ്പെടാനുള്ള സംവിധാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്നും പഠിച്ചു വെക്കാം. ഓക്കെ 42. 43 വിജിലൻസ് കമ്മീഷൻ രൂപീകൃതമായത് ഓൾറെഡി പറഞ്ഞു 1964. ആ ചോദ്യം പോയി അല്ലെ. 43ാമത്തെ ചോദ്യം, ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്വജനപക്ഷപാതം കാണിച്ചാൽ ജനങ്ങൾക്ക് നേരിട്ട് പരാതി നൽകാനുള്ള സംവിധാനമാണ് ഡാഷ്. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്വജനപക്ഷപാതം കാണിച്ചാൽ ജനങ്ങൾക്ക് നേരിട്ട് പരാതി നൽകാനുള്ള സംവിധാനമാണ് ഡാഷ്. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്വജനപക്ഷപാതം കാണിച്ചാൽ ജനങ്ങൾക്ക് നേരിട്ട് പരാതി നൽകാനുള്ള സംവിധാനമാണ് ഏത് എന്ന് പഠിച്ചു വെക്കാം? ഓംബുഡ്സ്മാൻ എന്ന് പഠിച്ചു വെക്കാം. ഏതാണ്? ഓംബുഡ്സ്മാൻ എന്ന് പഠിച്ചു വെക്കാം. അപ്പോ ദേശീയ തലം ലോക്പാല്, സംസ്ഥാന തലം ലോകായുക്ത, പിന്നെ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുമായി ബന്ധപ്പെട്ട ദേശീയ തലത്തിലുള്ള അഴിമതി വിജിലൻസ് കമ്മീഷൻ, പിന്നെ വകുപ്പ് തലം അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, ജനങ്ങൾക്ക് നേരിട്ട് പരാതിപ്പെടാനുള്ള സംവിധാനം ഓംബുഡ്സ്മാൻ. ഇത് 4 കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, മാറിപ്പോകാറുണ്ട്. പക്ഷെ സെറ്റാണ് എന്ന് വിചാരിക്കുന്നു. ഒറ്റ സെക്കൻഡ്. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്വജനപക്ഷപാതം കാണിച്ചാൽ ഓംബുഡ്സ്മാൻ ആണ് എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ 43. 44ാമത് ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ലോക്പാൽ ഏത്? ഒരു ഫ്രീ ഹിറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇപ്പോൾ ചെയ്യാം. ഇന്ത്യയിലെ ആദ്യത്തെ ലോക്പാൽ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ ലോക്പാൽ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ ലോക്പാൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? പിനാകി ചന്ദ്ര ഘോഷ് എന്ന് പഠിച്ചു വെക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ലോക്പാൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? പിനാകി ചന്ദ്ര ഘോഷ് എന്ന് പഠിച്ചു വെക്കാം. 44.
45-ാമത്തെ ചോദ്യം, കേരളത്തിൽ സേവനാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2012 ഡിസംബർ 1, 2010 ഡിസംബർ 1, 2012 നവംബർ 1, 2011 നവംബർ 1. ഓക്കെ, ഇന്ത്യയിൽ സേവനാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സേവനാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം, സേവനാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സേവനാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2012 നവംബർ 1 എന്ന് പഠിച്ചു വെക്കാം കേട്ടോ. സേവനാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത്. 46, കേരളത്തിൽ ഇപ്പോഴത്തെ ലോകായുക്ത ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫ്രീ ഹിറ്റ് ക്വസ്റ്റ്യൻ ആണ്. പോൾ ചെയ്യാം, ഉത്തരം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പോൾ ചെയ്യാം. കേരളത്തിലെ ഇപ്പോഴത്തെ ലോകായുക്ത ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഇപ്പോഴത്തെ ലോകായുക്ത ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിറിയക് ജോസഫ് എന്ന് പഠിച്ചു വെക്കാം കേട്ടോ. 46. 47-ാമത്തെ ചോദ്യം, ഈ ഗവർണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന സംരംഭമാണ് ഡാഷ്. ഈ ഗവർണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന സംരംഭം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്ഷയ കേന്ദ്രം, ഡിജിറ്റൽ കേരള, വില്ലേജ് ഓഫീസ്, ഇൻഫർമേഷൻ കേരള. ഏതാ? ഈ ഗവർണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന സംരംഭമാണ് ഏത്? അക്ഷയ കേന്ദ്രം. ഇന്ത്യയിലെ ആദ്യത്തെ അക്ഷയ കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ പഞ്ചായത്തിലാണ് എന്ന് പഠിച്ചു വെക്കണം കേട്ടോ. 47. 48, ഗ്രാമ സ്വരാജ് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഗ്രാമ സ്വരാജ് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാമ സ്വരാജ് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഗ്രാമ സ്വരാജ് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് വല്ലഭായ് പട്ടേൽ, ബൽവന്ത് റായ് മേത്ത, അശോക് മേത്ത, ഗാന്ധിജി. ഗ്രാമ സ്വരാജ് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ഗാന്ധിജിയാണ് എന്ന് പഠിച്ചു. 48. 49, ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത് ആരെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഇത് ഞാൻ തൽക്കാലം ഒഴിവാക്കുന്നു. കേരളത്തിലെ ആദ്യത്തെ ലോകായുക്ത ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ലോകായുക്ത ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ലോകായുക്ത ആരാണ്? കേരളത്തിലെ ആദ്യത്തെ ലോകായുക്ത ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? പയസ് സി കുര്യാക്കോസ് എന്ന് പഠിച്ചു. ഇപ്പോഴത്തെ ആരായിരുന്നു? ജസ്റ്റിസ് സിറിയക് ജോസഫ് കേട്ടോ. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ ലോകായുക്ത ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പയസ് സി കുര്യാക്കോസ് എന്ന് പഠിച്ചു. 49. 50-ാമത്തെ ചോദ്യമാണ് മക്കളെ, എന്താണ്? താഴെ പറയുന്നവയിൽ ആരെയാണ് കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണ വകുപ്പുകളിൽ നിയമിക്കുന്നത്? ആരെയാണ്? ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, IAS കേന്ദ്ര ഗവൺമെന്റിന് അധികാരമുള്ളിടത്ത് മാത്രമാണോ വെക്കുക? ഓക്കെ. ഇന്ത്യൻ ഫോറിൻ സർവീസ് കേന്ദ്ര ഗവൺമെന്റിന് അധികാരമുള്ളിടത്ത് മാത്രമാണോ വെക്കുക? ഇന്ത്യൻ പോലീസ് സർവീസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഇതിൽ ഏതാണ് കേന്ദ്ര ഗവൺമെന്റിന് അധികാരമുള്ളിടത്ത് മാത്രം വെക്കുന്നത്? ഓക്കെ, ഒരിക്കലും IAS അല്ല കേട്ടോ. അപ്പൊ ഈ കളക്ടറൊക്കെ കേന്ദ്രത്തിന്റെ മാത്രം അധികാരാണോ? അല്ല. IAS ഓഫീസേഴ്സ് കളക്ടർമാരൊക്കെ കേന്ദ്രത്തിന്റെ മാത്രം അവകാശമാണോ? അല്ല. ഫോറിൻ സർവീസ് ആണ് കേട്ടോ. ഇന്ത്യൻ ഫോറിൻ സർവീസ് അത് കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണ വകുപ്പുകളിൽ നിയമിക്കുന്നതാണ് എന്ന് പഠിച്ചു വെക്കാം. ഇന്ത്യൻ ഫോറിൻ സർവീസ്. ഓക്കെ, അപ്പൊ 50 ചോദ്യങ്ങൾ പിന്നിടുന്നു. വളരെ നിർണായക ചോദ്യങ്ങളാണ്. ഇതിനകത്ത് പലതും നമുക്ക് അറിയാത്ത ചോദ്യങ്ങൾ ഉണ്ടാവാം. അത് നിങ്ങളെയോ ആരുടെയും തെറ്റല്ല. കാരണം ടെക്സ്റ്റ് ബുക്ക് ഒന്നും നമ്മൾ ഇതുവരെ ഇപ്പൊ ഈ ട്രെൻഡ് ഇപ്പൊ വരാൻ തുടങ്ങിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ അല്ലെ. കേരള PSCയില് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ കൂടുതലായിട്ട് വരാൻ തുടങ്ങി. അതിനുശേഷം തന്നെ ബുക്കുകൾ ഒന്ന് മാറി. അതുകൊണ്ട് നമ്മള് പിന്നെ കൂടുതലായിട്ടൊന്നും നമ്മൾ അതേക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, ഇനിയുള്ള കാലത്ത് പഠിക്കണം. അതുകൊണ്ട് ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി അങ്ങോട്ട് തെറ്റാൻ പാടില്ല കേട്ടോ. 51-ാമത്തെ ചോദ്യം, പയസ് സി കുര്യാക്കോസ് കേട്ടോ. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ക്വസ്റ്റ്യൻ. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത്, പ്രത്യേകിച്ച് വിവരാവകാശം അതുപോലെ തന്നെ പിന്നെ മനുഷ്യാവകാശം ഒക്കെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിവരാവകാശത്തെ കുറിച്ചൊക്കെ കുറെ അധികം ചോദ്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു. ഓക്കെ, ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവരാവകാശ നിയമം എന്ന് പഠിച്ചു. ഏതാണ് വിവരാവകാശത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സംഘടനയാണ്? വിവരാവകാശത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഓക്കെ കിസാൻ മസ്ദൂർ ശക്തി സംഘടന എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, 51.
52. ഓക്കെ, വേറെ ചാപ്റ്ററിലേക്ക് വന്നു. 52ാമത്തെ ചോദ്യം, ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയോ പ്രധാനമന്ത്രിയോ ഒന്നല്ല, അതിനൊരു ഇലക്ട്രൽ കോളേജ് ഉണ്ട്, അവരാണ് തിരഞ്ഞെടുക്കുന്നത്. 53, ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾ ആരൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾ ആരൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാജ്യസഭയിലെയും ലോക്സഭയിലെയും അംഗങ്ങളാണ് എന്ന് പഠിച്ചു വെക്കാം. 53. 54ാമത്തെ ചോദ്യം, ഉപരാഷ്ട്രപതിയുടെ ചുമതലകളിൽ പെടാത്തത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉപരാഷ്ട്രപതിയുടെ ചുമതലകളിൽ പെടാത്തത് എന്താണ്? വായിച്ചു നോക്കാം. ഉപരാഷ്ട്രപതിയുടെ ചുമതലകളിൽ പെടാത്തത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉപരാഷ്ട്രപതിയുടെ ചുമതലകളിൽ പെടാത്ത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗവർണറെ നിയമിക്കുക എന്നുള്ളത് ഉപരാഷ്ട്രപതിയുടെ ചുമതലകളിൽ പെടുന്നതല്ല കേട്ടോ. 55ാമത്തെ ചോദ്യം, ഓക്കെ, താഴെ പറയുന്നവയിൽ പാർലമെന്റിന്റെ ചുമതലയിൽ പെടാത്തത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചോദ്യം വലുതാകുമ്പോൾ സ്കിപ്പ് ചെയ്യരുത്. നിയമനിർമ്മാണത്തിന് പാർലമെന്റിന്റെ പ്രധാന ചുമതല, നിയമനിർമ്മാണത്തിന് പാർലമെന്റിന്റെ 2 സഭകൾക്കും അംഗീകാരമുണ്ട് എന്നുള്ളത് ശരിയാണോ? ലോക്സഭയും രാജ്യസഭയും വെവ്വേറെ സമ്മേളിച്ചാണ് നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കുന്നത് എന്നുള്ളത് ശരിയാണോ? ലോക്സഭയും രാജ്യസഭയും ഒരുമിച്ച് സമ്മേളിച്ചാണ് നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കുന്നത് എന്നുള്ളത് ശരിയാണോ? നൺ ഓഫ് ദീസ്. ഓക്കെ, ഒറ്റ പോയിന്റേ ഉള്ളൂ അല്ലേ? ഒറ്റ പോയിന്റല്ലേ ഉള്ളൂ. ചോദ്യം വലുതാണ്. ചോദ്യം വലുതാകുമ്പോൾ സ്വാഭാവികമായിട്ടും പണ്ട് മുതലേ ഉള്ള ശീലാണ്. ഇത് പിന്നെ ലാസ്റ്റ് വായിച്ചു നോക്കാം അല്ലെ? ഏതാണ്? ലോക്സഭയുടെയും രാജ്യസഭയുടെയും ഒരുമിച്ച് സമ്മേളിച്ചാണ് നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കുന്നത് എന്നുള്ളത് തെറ്റാണ് കേട്ടോ. ഓക്കെ, കാരണം അത് രണ്ടും സെപ്പറേറ്റ് ആണ് സമ്മേളിക്കുന്നത്. ആദ്യം ലോക്സഭയാണോ രാജ്യസഭയാണോ സമ്മേളിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ആദ്യം രാജ്യസഭയാണോ ലോക്സഭയാണോ? ഏതാ? ഏതു ആവാം. പക്ഷേ ധനബില്ലിൽ സമ്മേളിക്കുന്നത് ആദ്യം രാജ്യസഭയാണോ ലോക്സഭയാണോ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും ആവാം കേട്ടോ. അങ്ങനെ ഒരു ഉത്തരവില്ല, ഏത് വേണമെങ്കിലും ആവാം. പക്ഷെ ധനബില്ല് ആണെങ്കിൽ, ധനനിയമമാണെങ്കിൽ അത് ലോക്സഭയിൽ വേണം ആദ്യമായിട്ട് ബില്ല് അവതരിപ്പിക്കാൻ കേട്ടോ. ധനബില്ലാണെങ്കിൽ ലോക്സഭയിൽ വേണം ആദ്യം അവതരിപ്പിക്കാൻ. ഓക്കെ, അപ്പൊ ഇരു സഭകളും സെപ്പറേറ്റ് സമ്മേളിച്ചിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കേട്ടോ, അതിൽ സംശയമൊന്നുമില്ല. 56, നിയമത്തിന്റെ കരട് രൂപമാണ് ഡാഷ്. പ്രിലിമിനറിയുടെ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. നിയമത്തിന്റെ കരട് രൂപമാണ് ഡാഷ്. നിയമത്തിന്റെ കരട് രൂപം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെയാണ് ബില്ല് എന്ന് പറയുക കേട്ടോ. നിയമത്തിന്റെ കരട് രൂപം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബില്ലാണ് എന്ന് പഠിച്ചു നോക്കാം. 56. 57, പാർലമെന്റിന്റെ ബില്ല് നിയമമാകുന്ന ഘട്ടമേത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും വായിച്ചു നോക്കാം. ബില്ല് നിയമമാകുന്ന ഘട്ടം ഇതെല്ലാം കടന്നു പോയാലേ എന്താവുള്ളൂ? ബില്ല് നിയമമാവുള്ളൂ കേട്ടോ. ഇതിൽ ഏതെങ്കിലും ഒന്നും ഇല്ലാതെ ആയി കഴിഞ്ഞാൽ നിയമമാവില്ല. ഇതെല്ലാം വേണം എന്നാലേ നിയമമാവുള്ളൂ. ഓക്കെ, 57. 58, പാർലമെന്റ് 2 സമ്മേളനങ്ങൾക്കിടയിൽ പരമാവധി എത്ര മാസത്തിൽ കൂടുതൽ ഇടവേള ഉണ്ടാക്കാൻ പാടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം എത്ര ഇടവേള ഉണ്ടാവാൻ പാടുള്ളൂ? പാർലമെന്റിന്റെ 2 സമ്മേളനങ്ങൾക്കിടയിൽ പരമാവധി എത്ര മാസത്തിൽ കൂടുതൽ ഇടവേള ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരമാവധി എത്ര മാസത്തിൽ കൂടുതൽ ഇടവേളയെ ഉണ്ടാവാൻ പാടുള്ളൂ? മാക്സിമം കേട്ടോ. എത്രയാണ്? 6 മാസം മാത്രമേ മാക്സിമം ഇടവേള ഉണ്ടാകാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, 58. ഓക്കെ, ആയിക്കോട്ടെ. 59ാമത് ചോദ്യം. ഞാൻ വായിക്കുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ അത്രയും സമയം പോരെ? വലിയ ചോദ്യങ്ങളൊക്കെ ഞാൻ വായിക്കുന്നില്ലേ? എല്ലാ വർഷവും ഇന്ത്യൻ പാർലമെന്റ് സമ്മേളിക്കുന്നത് എത്ര തവണ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ വർഷവും ഇന്ത്യൻ പാർലമെന്റ് സമ്മേളിക്കുന്നത് എത്ര തവണ? 2 തവണ, 4 തവണ, 3 തവണ? നൺ ഓഫ് ദീസ്. സ്പീഡ് കൂട്ടി തന്നെയാണ് ഇന്നത്തെ ക്ലാസ് ചെയ്യുന്നത്, കാരണം പരമാവധി ചോദ്യങ്ങളാണ് നമ്മുടെ ലക്ഷ്യം. SCRT-യിൽ നിന്ന് ഇനി ഒരു ക്ലാസ് ഉണ്ടാവില്ല. മാക്സിമം 8ഉം 9ഉം ഞാൻ ഡിസ്കസ് ചെയ്ത് ഈ ക്ലാസ്സിൽ തന്നെ തീർക്കും. 10ാം ക്ലാസ്സിന്റെ പൗരബോധം ചാപ്റ്റർ നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. അത് നിങ്ങൾ മാക്സിമം പഠിച്ചോളാം. ഓക്കെ, അപ്പൊ SCRT 5, 6, 7 കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു. 8, 9 ഈ ക്ലാസ് ചെയ്യും. 10ാം ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് അയച്ചു തരാം കേട്ടോ.
ഓക്കെ യെസ്. അപ്പൊ എല്ലാ വർഷവും പാർലമെന്റ് സമ്മേളിക്കുന്നത് 3 തവണയാണ് എന്ന് പഠിച്ചു വെക്കാം. 3 തവണ. അപ്പോ SCERT സയൻസ് ഒരുപാട് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്, സോഷ്യൽ നമ്മൾ കുറച്ച് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾ കാണുക. കോൺസ്റ്റിറ്റ്യൂഷനും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അതും കാണുക കേട്ടോ. എല്ലാ വർഷവും ഇന്ത്യൻ പാർലമെന്റ് സമ്മേളിക്കുന്നത് 3 തവണയാണ് എന്ന് പഠിച്ചു വെക്കാം. 60ാമത്തെ ചോദ്യം, 2 സഭകൾക്കിടയിൽ ബില്ലിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ രാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നത്. ഓക്കെ യെസ്. അല്ലല്ല 3 തവണ കേട്ടോ. എല്ലാ വർഷവും ഇന്ത്യൻ പാർലമെന്റ് സമ്മേളിക്കുന്നത് എത്ര തവണ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ പാർലമെന്റ് സമ്മേളിക്കുന്നത് 3 തവണ കേട്ടോ. ഓക്കെ 2 സഭകൾക്കിടയിൽ ബില്ലിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ രാഷ്ട്രപതി എന്ത് ചെയ്യും? രാഷ്ട്രപതി സ്വയം തീരുമാനം എടുക്കും. ഓപ്ഷൻ എ ആണോ? സഭകളുമായി ചർച്ച നടത്തും, അതായത് രാജ്യസഭയിൽ പോയിട്ട് അവിടെ ചർച്ച നടത്തും, ലോക്സഭയിൽ പോയിട്ട് അവിടെ ചർച്ച നടത്തും, എന്നിട്ട് തീരുമാനം എടുക്കും, അങ്ങനെയാണോ? അതോ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കും? എന്താ ഇപ്പൊ പിന്നെ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാറില്ല അല്ലെ? ലോക്സഭ എന്താണോ തീരുമാനിക്കുന്നത് അത് തന്നെ രാജ്യസഭ, രാജ്യസഭ എന്താണോ തീരുമാനിക്കുന്നത് അത് തന്നെ ലോക്സഭ, ലോക്സഭയിൽ രാജ്യസഭ എന്താണ് തീരുമാനിക്കുന്നത് അത് പ്രസിഡന്റ് ഒപ്പുവെക്കും. അതിൽ പിന്നെ ഇനി തർക്കമോ ചോദ്യമോ വർത്താനം ഒന്നും ഉണ്ടാവാറില്ല ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് അല്ലെ? 2 സഭകൾക്കിടയിൽ ബില്ലിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ രാഷ്ട്രപതി ഏത് നീക്കത്തിലേക്ക് നീങ്ങും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കും. ആർട്ടിക്കിൾ 108 ഓസ്ട്രേലിയയിൽ നിന്ന് കടമെടുത്തു സംയുക്ത സമ്മേളനം. ഓക്കെ ആർട്ടിക്കിൾ 108 പ്രകാരം ആണ് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. ഓസ്ട്രേലിയയിൽ നിന്നാണ് കടമെടുത്തത്. ഈ സംയുക്ത സമ്മേളനം ഓസ്ട്രേലിയയിൽ നിന്നാണ് കടമെടുത്തത് എന്ന് പഠിച്ചു വെക്കാം. 60 ചോദ്യങ്ങൾ പിന്നിടുമ്പോൾ ലീഡർ ബോർഡിൽ ഇതാണ് അവസ്ഥ. സെറ്റ് അല്ലേ? നിങ്ങളുടെ റാങ്കുകൾ ഇംപ്രൂവ് ആയി എന്ന് വിചാരിക്കുന്നു, പിന്നോട്ട് പോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. സമയം എത്രയായി? 48 അല്ലെ? യെസ്. 80 പിടിച്ചാലോ? 8 പിടിക്കാം. 80 പിടിക്കാം അല്ലെ? യെസ്. ഓക്കെ 61ാമത്തെ ചോദ്യം, എല്ലാ വർഷവും ഇന്ത്യൻ പാർലമെന്റ് സമ്മേളിക്കുന്നത് 3 കാലഘട്ടത്തിലാണ്. താഴെ പറയുന്നതിൽ ഏത് കാലഘട്ടമാണ് അതിൽ ഉൾപ്പെടാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരത്കാല സമ്മേളനം, ശീതകാല സമ്മേളനം, വർഷകാല സമ്മേളനം, വേനൽക്കാല സമ്മേളനം. ഉൾപ്പെടാത്തത് യെസ് അത് ശരത്കാല സമ്മേളനം. അങ്ങനെ ഒരു സമ്മേളനം ഇല്ല, ശരത്കാല സമ്മേളനം ഇല്ല എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ ഇന്ന് രാവിലെ 101 ചോദ്യങ്ങൾ പഠിച്ചു. നിങ്ങൾക്ക് 4ഉം 3ഉം 7 ക്ലാസ്സുകൾ പഠിക്കാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ ഇവിടെ നമ്മൾ ഒരു 80 ചോദ്യം ഡിസ്കസ് ചെയ്യുന്നു. ഇതിനെ എല്ലാം കൂടി തെരഞ്ഞെടുത്ത ഒരു 80 ചോദ്യങ്ങളുടെ പരീക്ഷയാണ് ഭരണഘടനയിൽ നിന്ന് രാത്രി 10 മണിക്ക്. യെസ് അപ്പൊ പഠിച്ചവര്, ഫോളോ ചെയ്യുന്നവരെ, പഠിച്ചു എന്ന് ഉറപ്പുള്ളവരെ നിങ്ങൾക്ക് എല്ലാവർക്കും പരീക്ഷയിൽ പങ്കെടുക്കാം രാത്രി 10 മണിക്ക് കേട്ടോ. രാത്രി 10 മണിക്ക് എന്ന് പഠിച്ചു വെക്കാം. യെസ് പച്ചവെള്ളത്തിന്റെ ലിങ്ക് കയറാൻ പറ്റുന്നില്ല എന്നുള്ള ലിങ്ക് കമന്റ് നമ്മൾ പിന്നെ അത് പ്രൊസീഡ് ചെയ്യില്ല, കാരണം അതിനുള്ള സൊല്യൂഷൻ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. കാലങ്ങളായിട്ട് നമ്മൾ അതിന്റെ സൊല്യൂഷൻ തപ്പി നടക്കുകയാണ്. യെസ് ഒരുപാട് സൊല്യൂഷൻസ് ഗ്രൂപ്പിലുണ്ട് കേട്ടോ, മുകളിലുണ്ട്. മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ 2, 3, 4 ഒക്കെ വീഡിയോകൾ കാണാൻ പറ്റും. യെസ് അപ്പോ അത് ഒന്ന് നോക്കുക കേട്ടോ. SCERT ജോഗ്രഫി, ഹിസ്റ്ററി, SCERT സോഷ്യൽ കുറച്ച് ക്ലാസ് ചെയ്തിട്ടുള്ളൂ, കുറച്ച് ക്ലാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. യെസ് അപ്പൊ എന്താ പറഞ്ഞത്? ശരത്കാല സമ്മേളനം എന്ന് പഠിച്ചു വെക്കാം. 61. 62ാമത്തെ ചോദ്യം, സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ലോക്സഭാ സ്പീക്കർ, നൺ ഓഫ് ദിസ്. സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഫീഡിൽ ഇട്ടിട്ടില്ലായിരുന്നോ ക്ലാസ്? ഇല്ല. ശരി സംയുക്ത സമ്മേളനത്തിൽ നിങ്ങൾ ആരെങ്കിലൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തണം, ഇട്ടിട്ടില്ലെങ്കിൽ. യെസ് സംഭവം എന്തൊക്കെയാന്നുള്ളതൊന്നും ഒരു പിടുത്തം കിട്ടുന്നില്ല. ഓക്കെ 10 മണിക്ക് ടോപ്പിക് പ്ലീസ്. ഓക്കെ ദൈവമേ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, ഗ്രൂപ്പിന്റെ പേര് പച്ചവെള്ളം എന്നാണ് കേട്ടോ. ഓക്കെ പച്ചവെള്ളം എന്നൊരു ഗ്രൂപ്പ് ഉണ്ട് നമ്മൾ. ഓക്കെ അതിലുണ്ടാവും ടോപ്പിക്, ഓരോ ദിവസത്തെയും ടോപ്പിക് അതിനകത്ത് ഉണ്ടാവും കേട്ടോ. അപ്പൊ സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോക്സഭാ സ്പീക്കർ എന്ന് പഠിച്ചു വെക്കാം. ലോക്സഭാ സ്പീക്കർ എന്ന് പഠിച്ചു. 63ാമത്തെ ചോദ്യം, പാർലമെന്റിന്റെ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് എന്തിലൂടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർലമെന്റിന്റെ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർലമെന്റിന്റെ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് എന്തിലൂടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർലമെന്റിന്റെ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് എന്തിലൂടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ആർക്കെങ്കിലും ക്ലാസ് കാണാൻ സമയം ഉണ്ടെങ്കിൽ കാണാം, എന്റെ വാളിൽ ഉണ്ട് കേട്ടോ. ലിങ്ക് ഓപ്പൺ ചെയ്യാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ സമയം ഉണ്ടെങ്കിൽ കാണാം.
യെസ് ഓക്കെ. യെസ് കിട്ടാത്തവര് ചിലപ്പോ ഓൾറെഡി അത് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ചോദിച്ചേനെ, ആരും ചോദിച്ചതൊന്നുമില്ല. ഓക്കെ. പാർലമെന്റിൽ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യോത്തര വേളയിലൂടെയാണ് എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ. യെസ്. ഇനി പാർലമെന്റിന്റെ സമ്മേളനം ആരംഭിക്കുന്നത് എത്ര മണിക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർലമെന്റിന്റെ സമ്മേളനം ആരംഭിക്കുന്നത് എത്ര മണിക്കാണ്? 64ാമത്തെ ചോദ്യം. പാർലമെന്റിന്റെ സമ്മേളനം ആരംഭിക്കുന്നത് എത്ര മണിക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 11 മണിക്കാണ് എന്ന് പഠിച്ചു വെക്കാം പാർലമെന്റിന്റെ സമ്മേളനം ആരംഭിക്കുന്നത് കേട്ടോ. ഓക്കെ. യെസ്. 64ാമത്തെ ചോദ്യമായിരുന്നു അത്. 65ാമത്തെ ചോദ്യം. 1 മണിക്കൂർ ഭരണഘടനാപരമായ ഏത് ചോദ്യത്തിലും അംഗങ്ങൾക്ക് ചോദ്യം ചെയ്യാം, ഏത് വിഷയത്തിലും അംഗങ്ങൾക്ക് ചോദ്യം ചെയ്യാം. ഓക്കെ. ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂർ ഭരണഘടനാപരമായ ഏത് വിഷയത്തിലും അംഗങ്ങൾക്ക് ചോദ്യം ഉന്നയിക്കാം, ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് ആരാണ്? 1 മണിക്കൂർ ഭരണഘടനാപരമായ ഏത് വിഷയത്തിലും അംഗങ്ങൾക്ക് ചോദ്യം ഉന്നയിക്കാം, ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെല്ലാം കൂടി സ്പീക്കർ മറുപടി ഒന്നും പറയൂല, പ്രധാനമന്ത്രിക്ക് അതിനുള്ള ഒഴിവ് ഉണ്ടാവില്ല, അതത് വകുപ്പിലെ മന്ത്രിമാരാണ് മറുപടി കൊടുക്കുന്നത് എന്ന് പിടിച്ചു കേട്ടോ. അതത് വകുപ്പിലെ മന്ത്രിമാരാണ് എന്ത് അതിന് വേണ്ടിയിട്ടുള്ള മറുപടി കൊടുക്കുന്നത് എന്ന് പഠിച്ചു നോക്കാം. ഓക്കെ. യെസ്. ഇനി എത്ര മണിയാകുന്നതിനാലാണ് ശൂന്യവേള, എത്ര മണിയാകുന്നതിനാലാണ് ശൂന്യവേള എന്ന പേരിൽ അറിയപ്പെടുന്നത്? ശൂന്യവേള എത്ര മണിയാകുന്നതിനാലാണ് ശൂന്യവേള എന്ന പേരിൽ അറിയപ്പെടുന്നത്? അതായത് 11 മണിക്ക് സെഷൻ തുടങ്ങും അല്ലെ? ശൂന്യവേള എത്ര മണിക്കാണ്? ശൂന്യവേള എത്ര മണിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര മണിക്കാണ്? അത് 12 മണിക്കാണ് എന്ന് പഠിച്ചു വെക്കാം കേട്ടോ. 12 മണിക്കാന്ന് പഠിച്ചു വെക്കാം. 66ാമത്തെ ചോദ്യമായിരുന്നു. 67ാമത്തെ ചോദ്യം. 67ാമത്തെ ചോദ്യം. അടിയന്തര പ്രമേയം, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം തുടങ്ങിയവ പരിഗണിക്കുന്നത് ഏത് സമയത്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിയന്തര പ്രമേയം, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം തുടങ്ങിയവ പരിഗണിക്കുന്നത് പരിഗണനയ്ക്ക് വരുന്നത് ഏത് സമയത്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ 11 മണിക്ക് സഭ ആരംഭിക്കും. ചോദ്യം ആർക്ക് ഉന്നയിക്കാം? മറുപടി നൽകുന്നത് അതത് വകുപ്പിലെ മന്ത്രിമാരെ. 0 അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് 12 മണിക്ക്. ഓക്കെ. അടിയന്തര പ്രമേയം, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം എന്നിവ പരിഗണനയ്ക്ക് വെക്കുന്നത് ഏത് സമയത്തായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ശൂന്യവേള സമയത്ത്, 0 അവർ സമയത്താണ് എന്ന് പഠിച്ചു വെക്കാം. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഫൈൻ അല്ലേ? യെസ്. ഓക്കെ. 68ാമത്തെ ചോദ്യം. പൊതുഖജനാവിലേക്കുള്ള ധനസമാഹാരം, പണത്തിന്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലാണ് ഡാഷ്. പൊതുഖജനാവിലേക്കുള്ള ധനസമാഹാരം, പണത്തിന്റെ വിനിയോഗം എന്നിവയിലേക്കുള്ള ബില്ല് അല്ലെങ്കിൽ എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ല് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുഖജനാവിലേക്കുള്ള ധനസമാഹാരം, പണത്തിന്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ല് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അതിനെയാണ് ധനബില്ല് എന്ന് പറയുന്നത് കേട്ടോ. ധനബില്ല്. 68. 69. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന പ്രകാരം ധനബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ഒരു ഫ്രീ ഹിറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ചെയ്യാം. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നത് പ്രകാരം ധനബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ബില്ലുകളും എവിടെ വേണമെങ്കിലും അവതരിപ്പിക്കാം, പക്ഷെ ധനബില്ല് എവിടെ മാത്രമേ ഉള്ളൂ? ലോക്സഭയിൽ മാത്രമേ ആദ്യം അവതരിപ്പിക്കാൻ പറ്റുള്ളൂ കേട്ടോ. 70ാമത്തെ ചോദ്യം. ലോക്സഭ പാസാക്കി കഴിഞ്ഞാൽ ആരുടെ സാക്ഷ്യപത്രത്തിലൂടെയാണ് ധനബില്ല് രാജ്യസഭയിലേക്ക് അയക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ചോദ്യമാണ് ഇതൊക്കെ കേട്ടോ. ലോക്സഭ പാസാക്കി കഴിഞ്ഞാൽ ആരുടെ സാക്ഷ്യപത്രത്തോട് കൂടിയിട്ടാണ് ധനബില്ല് രാജ്യസഭയിലേക്ക് അയക്കുന്നത്? പ്രസിഡന്റ് പറയണം, ലോക്സഭാ സ്പീക്കർ പറയണം, ഉപരാഷ്ട്രപതി പറയണം. ഓക്കെ. ലോക്സഭ പാസാക്കി കഴിഞ്ഞാൽ ആരുടെ സാക്ഷ്യപത്രത്തിലൂടെയാണ് ധനബില്ല് രാജ്യസഭയിലേക്ക് അയക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോക്സഭാ സ്പീക്കറുടെ സാക്ഷ്യപത്രത്തോടെ എന്ന് പിടിച്ചു നോക്കാം. ഓക്കെ. 70ാമത്തെ ചോദ്യമായിരുന്നു അത്. 70 ചോദ്യങ്ങൾ പിന്നിടുന്നു. ഇനി 10 ചോദ്യം കൂടിയാണ് ബാക്കിയുള്ളത്. 10 ചോദ്യങ്ങളിൽ നമുക്ക് നോക്കാം. ധനബില്ല് ലഭിച്ച് എത്ര ദിവസങ്ങൾക്കകം രാജ്യസഭ നിർദ്ദേശങ്ങൾ സഹിതം ലോക്സഭയിലേക്ക് തിരിച്ചയക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധനബില്ല് ലഭിച്ച് എത്ര ദിവസങ്ങൾക്കകം രാജ്യസഭ നിർദ്ദേശങ്ങൾ സഹിതം ലോക്സഭയിലേക്ക് തിരിച്ചയക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഭയങ്കര കളികളാണ് അല്ലെ? എങ്ങോട്ടയക്കുന്നു, അങ്ങോട്ടയക്കുന്നു, അവിടെ ഒപ്പുവെക്കുന്നു, ഇവിടെ ഒപ്പുവെക്കുന്നു, കുറെ ആളുടെ സാക്ഷ്യപത്രം അല്ലെ?
യെസ് ഓക്കെ. പക്ഷെ തീരുമാനമെല്ലാം ഒന്നായിരിക്കും. ഓക്കെ, 14 ദിവസം എന്ന് പഠിച്ചു വെക്കാം. ധനബില്ല് ലഭിച്ച് എത്ര ദിവസങ്ങൾക്കകം രാജ്യസഭ നിർദ്ദേശങ്ങൾ സഹിതം ലോക്സഭയിലേക്ക് തിരിച്ചയക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 14 ദിവസം എന്ന് പഠിച്ചു. 72 പാർലമെന്റിന്റെ ചുമതലകളിൽ പെടാത്തതേത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ, തെരഞ്ഞെടുപ്പ് ചുമതല, ഭരണഘടനാ ഭേദഗതി, ഇവയെല്ലാം പാർലമെന്റിന്റെ ചുമതലകളിൽ പെടാത്തതേത്, പെട്ടത്. പാർലമെന്റിന്റെ ചുമതലകളിൽ പെട്ടതേത് എന്നുള്ളതാണ് ചോദ്യം. പെട്ടതാണ്. അപ്പോൾ ചെയ്യാം. പാർലമെന്റിന്റെ ചുമതലകളിൽ പെട്ടതേത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടത്, പാർലമെന്റിന്റെ ചുമതലകളിൽ പെട്ടതേത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ഏതാണ് പാർലമെന്റിന്റെ ചുമതലകളിൽ പെട്ടത്? യെസ് പാർലമെന്റിന്റെ ചുമതലകളിൽ പെട്ടത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവയെല്ലാം കേട്ടോ, ഇവയെല്ലാം പാർലമെന്റിന്റെ ചുമതലകളിൽ പെട്ടതാണ്. 73. 74ാമത്തെ ചോദ്യം പാർലമെന്റിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലകളിൽ യെസ് അത് വേണ്ട. ഓക്കെ. 74 ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും നിയമനിർമ്മാണ സഭകളുണ്ട്. എന്നാൽ സംസ്ഥാന ഗവൺമെന്റിന്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും നിയമനിർമ്മാണ സഭകളുണ്ട്. എന്നാൽ സംസ്ഥാന ഗവൺമെന്റിന്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് സംസ്ഥാന ഗവൺമെന്റിന്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ് എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ യെസ് ഓക്കെ യെസ് യെസ് ഓക്കെ. 74. 75ാമത്തെ ചോദ്യം എന്തായിരുന്നു ആ കമന്റ്? മനസ്സിലായില്ല. താഴെ പറയുന്നവയിൽ എത്ര സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല? അത് നമ്മൾ ഒന്ന് മാറ്റുന്നു. ഓക്കെ. 74ാമത്തെ ചോദ്യം കുറച്ച് അപ്ഡേഷൻ അതിലുണ്ട്, അതുകൊണ്ട് ആ ചോദ്യം നമ്മൾ തിരുത്തുന്നു. ഇപ്പൊ തൽക്കാലം അത് ഡിസ്കസ് ചെയ്യുന്നില്ല. 75ാമത്തെ ചോദ്യം ആരൊക്കെ അടങ്ങുന്നതാണ് കേന്ദ്ര മന്ത്രിസഭ? പ്രധാനമന്ത്രിമാരും ക്യാബിനറ്റ് മന്ത്രിമാരും സഹമന്ത്രിമാർ ഉപമന്ത്രിമാർ ഇവരെല്ലാം ചെയ്യാം. ആരൊക്കെ അടങ്ങുന്നതാണ് കേന്ദ്ര മന്ത്രിസഭ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെ അടങ്ങുന്നതാണ് കേന്ദ്ര മന്ത്രിസഭ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് എന്താണ്? യെസ് എനിക്ക് കാണുന്നില്ലല്ലോ കമന്റ് ഒന്നും. എന്താ പ്രശ്നം? യെസ് ഇവരെല്ലാരും എന്താണ് കേന്ദ്ര മന്ത്രിസഭയിലെ അംഗങ്ങളാണ്. 76 ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ കക്ഷിയുടെയോ മുന്നണിയുടെയോ നേതാവായിരിക്കും ആര്? ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ കക്ഷിയുടെയോ സിമ്പിൾ അല്ലെ? ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ കക്ഷിയുടെയോ മുന്നണിയുടെയോ നേതാവായിരിക്കും ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി. 76. 77 ലോക്സഭയുടെ നേതാവായ പ്രധാനമന്ത്രിയുടെ മുഖ്യ ചുമതലകളിൽ പെടാത്തതേത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോക്സഭയുടെ നേതാവായ പ്രധാനമന്ത്രിയുടെ മുഖ്യ ചുമതലയിൽ പെടാത്തതേത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേതാവായ പ്രധാനമന്ത്രിയുടെ മുഖ്യ ചുമതലയിൽ പെടാത്തതേത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മന്ത്രിമാരെ നിയമിക്കലാണ് ചുമതലയിൽ പെടാത്തത് കേട്ടോ. 77. 78 തീരാൻ പോകുന്നു. സംസ്ഥാനതല നിർവഹണ വിഭാഗത്തിന്റെ തലവനാര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ചോദ്യമാണിത്. സംസ്ഥാനതല കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ? നല്ലൊരു ചോദ്യം അല്ലെ? സംസ്ഥാനതല കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗവർണർ ആണെന്ന് പഠിച്ചു വെക്കാം, മുഖ്യമന്ത്രി അല്ല. ഓക്കെ. 79ാമത് ചോദ്യം ഇന്ത്യ മുഴുവൻ അധികാര പരിധിയിലുള്ള കോടതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സിമ്പിൾ. ഇന്ത്യ മുഴുവൻ അധികാര പരിധിയുള്ള കോടതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ മുഴുവൻ അധികാര പരിധിയുള്ള കോടതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സുപ്രീം കോടതി എന്ന് പഠിച്ചു. 79. ഓക്കെ. അപ്പോ SCRT കോൺസ്റ്റിറ്റ്യൂഷൻ 5, 6, 7 ചാപ്റ്റർ 1ലും 8, 9 ഇവിടെ ഈ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്തു. ഇനി 10ാം ക്ലാസ്സിലെ പൊതുഭരണം എന്ന് പറയുന്ന ടോപ്പിക്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. ഓക്കെ. 10ാം ക്ലാസ്സിലെ പൊതുഭരണം എന്ന് പറയുന്ന ടോപ്പിക്ക് ഞാൻ അയച്ചു തരാം. ഇന്നത്തെ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം ഇന്ത്യയുടെ ആദ്യ ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര് എന്ന ചോദ്യം കൂടിയിട്ട് ക്ലാസ് അവസാനിപ്പിക്കുന്നു.
അപ്പൊ ഇന്ന് ഗ്രൂപ്പിൽ പഠിക്കാൻ തന്ന ടോപ്പിക്കുകളെല്ലാം ഉൾപ്പെടെ ഒരു പരീക്ഷ രാത്രി 10 മണിക്ക് എല്ലാ കൂട്ടുകാരെയും ആ ഒരു ക്ലാസ്സിലേക്ക് ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. മത്സരിക്കാം, പങ്കെടുക്കാം. HJ കനിയ എന്ന് പിടിച്ചു വെക്കാം. 80-ൽ 80 മാർക്ക് ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പിരിയാം. ഓക്കെ. ഭരണഘടനാ വകുപ്പുകളുടെ വ്യാഖ്യാനം ആവശ്യമായ കേസുകളിൽ സംസ്ഥാന ഹൈക്കോടതികളിൽ നിന്ന് അപ്പീൽ കേസുകൾ തുടങ്ങിയവ കൈകാര്യം ചെയ്തു. സംസ്ഥാന ഹൈക്കോടതിയിൽ നിന്നുള്ള കേസുകൾ, അതുപോലെ തന്നെ അപ്പീൽ കേസുകൾ സംസ്ഥാന ഹൈക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ കേസുകൾ തുടങ്ങിയവ കൈകാര്യം ചെയ്യുന്ന കോടതി ഏത്? കോടതിയാണ് എന്ന് പഠിച്ചു നോക്കാം കേട്ടോ. അപ്പോ പുതിയ ചോദ്യങ്ങളൊന്നും ഇല്ല. ഇന്ന് പഠിച്ച ചോദ്യങ്ങളൊക്കെ തന്നെയായിരിക്കും രാത്രി പരീക്ഷയ്ക്ക് ഉണ്ടാവുക. എല്ലാവരും പങ്കെടുക്കുക, വിജയിക്കുക. അപ്പൊ ലീഡർ ബോർഡിൽ നിങ്ങളുടെ റാങ്കുകൾ കാണാൻ പറ്റുന്നുണ്ട്. 80-ൽ ഞാൻ കട്ട് ഓഫ് പറയുന്നു. ഒരു 60 മാർക്ക് കട്ട് ഓഫ്. നിങ്ങൾ ആ കട്ട് ഓഫിലേക്ക് എത്തിയോ ഇല്ലയോ എന്ന് സ്വയം വിലയിരുത്തുക. ബാക്കി രാത്രി ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.